ഹലോ, എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷേ വി ആർ ബാക്ക്. നമ്മൾ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ കവർ ചെയ്യാനുണ്ട് സയൻസ് ഫിക്ഷനിൽ. അപ്പോൾ അതിലേക്ക് പോകാവുന്നതാണ്. ആം, ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് വായിച്ചു തുടങ്ങിയ ഒരു റൈറ്ററാണ് ജോൺ സ്കാൽസി. പുള്ളിയുടെ ഒരു വളരെ ഇറവറൻറ്റ് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ കഥകളാണ്. പുള്ളി വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കാതെ പക്ഷെ നല്ല രസത്തിൽ ഉണ്ടാക്കുന്ന സയൻസ് ഫിക്ഷൻ കഥകളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരെണ്ണം ദ കൈജു പ്രിസർവേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ജോലിയൊക്കെ പോയി സോഫ്റ്റ്വെയർ ഡെവലപ്പറോ എന്തോ ആയിരുന്നു, അല്ല പിസ്സ ഡെലിവറി മാനോ അങ്ങനെ എന്തോ ആയിരുന്നു. എന്നിട്ട് പുള്ളിയുടെ ജോലി പോയിട്ട് പുള്ളി ജോലി തപ്പി നടക്കുമ്പോൾ പുള്ളിക്ക് കിട്ടുന്ന ഒരു ജോലിയാണ് ഒരു കൈജു പ്രിസർവേഷൻ സൊസൈറ്റിയിലോട്ട് പുള്ളിക്ക് ജോലി കിട്ടും. പുള്ളി അവിടെ ചെല്ലുമ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വേം ഹോൾ ഉണ്ട്. ആ വേം ഹോള് അല്ലെങ്കിൽ ഒരു ടയർ ഒരു സ്പേസ് ടൈമിൽ ആ ടയറിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സെറ്റിൽമെന്റിൽ പോയിട്ട് കൈജൂസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഘം ആളുകളുടെ കമ്പനിയിലാണ് പുള്ളിക്ക് ജോലി കിട്ടുന്നത്. അതായത് ഈ ഈ കൈജൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. ദേ ആർ ന്യൂക്ലിയർ ബോംബ്സ് ഇൻ ദംസെൽസ് ഈച്ച് ഓഫ് ദം. അപ്പോൾ ഇവർ ആ ടയറിന് അപ്പുറത്താണ്. അപ്പോൾ ഈ ടയർ വലുതായി ഇവർ ഇങ്ങോട്ട് വരാതെ നോക്കണം. അതേപോലെ അവിടെ ഈ കൈജൂസ് എക്സ്പ്ലോഡൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും ഇവിടുന്ന് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയിരിക്കുന്ന ആളുകൾ പശുക്കളെ മേക്കാൻ പോലെ മേക്കിലാണ്. അപ്പോൾ അവിടെ പോകുന്ന ആളുകൾക്ക് ഒന്നും വരാതെ നോക്കണം. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരുത്തന്നെ അവിടെ പോയിട്ട് ആദ്യം മണ്ടനാവുന്നതും പിന്നെ ഹീറോ ആവുന്നതുമാണ് സംഭവം. യൂഷ്വൽ പ്ലോട്ട് ലൈനാണ്, പക്ഷേ പുള്ളിയുടെ ആ ഇറവറൻസും ആ സ്റ്റൈൽ ഓഫ് നറേഷനും ഒക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സാധനമാണ്. ഒരു സ്റ്റാർട്ടപ്പ് എങ്ങാണ്ട് തുടങ്ങിയിട്ട് ഇത് കോവിഡാണ് എൻ്റെ സംഭവം. കോവിഡ് ആവുമ്പോൾ ഇയാളുടെ ജോലി പോകുന്ന പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് എന്തോ തുടങ്ങിയിട്ട് ജോലി പോകണമെന്ന് അങ്ങനെ എന്താണല്ലേ ഡെലിവറി ഫുഡ് ഡെലിവറി സ്റ്റാർട്ടപ്പ് ഡെലിവറി ഫുഡ് മഡോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പൊ എന്നിട്ട് അവസാനം ഒരു പുള്ളിക്കാരി നേരത്തെ വർക്ക് ചെയ്ത് നേരത്തെ എന്തോ പരിചയമുള്ള ഒരു പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ ഒരു ജോലി ഓഫർ കൊടുക്കുന്നതാണ്. KPS നൈസാണ്. KPS ആക്ച്വലി അത് അതിനകത്ത് ആസ് യൂഷ്വൽ ട്രോപ്പുകളുണ്ട്. പക്ഷെ ട്രോപ്പുകൾ ഈ മറ്റേ അതായത് നമ്മുടെ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വരുന്ന ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ടീമുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ സംഗതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഓഡിയോ ബുക്കായിട്ട് കേട്ടതാണ്. ഇത് ഒരു വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 ചാപ്റ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് നമ്മൾ ഹുക്കായി പോകും. കാരണം ഇതിനകത്തൊരു പരിപാടിയുണ്ട്. ഈ കൈജു ഈ റേഡിയോ ആക്റ്റീവ് എന്ന് പറയില്ലേ, വെന്റിങ് എന്നൊരു പരിപാടിയുണ്ട്. അതിന് ഈ ചാർജ് ആയി കഴിഞ്ഞാൽ അത് അങ്ങ് പൊട്ടിത്തെറിക്കാൻ ചുമ്മാ പൊട്ടിത്തെറിക്കുമല്ല, അത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണ്. ചുറ്റുവട്ടത്തുള്ളതൊക്കെ പോയി കിട്ടും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. നല്ല നല്ല ഇവര് ഹെലികോപ്റ്ററിൽ ഇരിക്കുമ്പോൾ വെന്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര നൈസാണ്. അപ്പോൾ കൈജു വേറെ ഒന്നും വായിച്ചിട്ടില്ല സ്കാൽസിയുടെ. നല്ല സൂപ്പർ വേൾഡ് ബിൽഡിംഗ് ആണ് അതില്. അത് സ്കാൽസിയുടെ രണ്ടാമത്തെ സ്റ്റാർട്ടർ വില്ലൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അത് നല്ല ഇതുപോലെ നല്ല രസമുള്ള പ്രൊമൈസ് ആണ്. എനിക്ക് ഇതിന്റെ എൻഡിങ് ഇച്ചിരി ഡിസപ്പോയിന്റിങ് ആയി തോന്നി. ബട്ട് സ്റ്റിൽ യു ക്യാൻ റീഡ് ഇറ്റ് ഫോർ ദ പ്രൊമൈസ്. ഒരുത്തിന് ഇതുപോലെ പ്രൊഫസർ എന്തോ ആണ്, ബ്രേക്കപ്പ് നടന്നു, ജീവിതത്തിലെ ഏറ്റവും ലോ പോയിന്റിൽ കിടക്കുകയാണ്. പുള്ളിയുടെ വീട്ടിലൊരു പൂച്ച കയറി വരും. എന്ത് ആ സമയത്ത് ആസ്ഥാനത്തൊക്കെ കയറി കിടക്കുന്ന ഒരു പൂച്ചയാണ്. അങ്ങനെ ഒരു പൂച്ചയുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് അങ്ങേരുടെ അമ്മാവൻ മരിച്ചു പോയിട്ട് ഒരു ഇൻഹെറിറ്റൻസ് കിട്ടും. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു അണ്ടർവേൾഡ് ഡോണായിരുന്നു. ഭയങ്കര വലിയ അണ്ടർവേൾഡ് ഡോണായിരുന്നു പുള്ളി. എന്നിട്ട് ഒരു അണ്ടർവേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർവേൾഡ് ഈ പൂച്ചകളെയൊക്കെ സയന്റിഫിക്കലി ഓൾട്ടർ ചെയ്തൊരു പൂച്ചകളാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നടത്തുന്നത്. അക്കൗണ്ടൻസും ഒക്കെ കംപ്ലീറ്റ് പൂച്ചകളാണ്. അപ്പൊ ഇവന്റെ വീട്ടിലുള്ള പൂച്ചയൊക്കെ അങ്ങനെ ഒരു പൂച്ചയാണ്. ഈ പൂച്ചകളൊക്കെ സംസാരിക്കും, ഭയങ്കര കാര്യപ്രാപ്തിയാണ്. പിന്നെ അവിടെ കുറെ ഡോൾഫിൻസ് ഉണ്ട്. വാ തുറന്ന പച്ചത്തെറി മാത്രം വിളിക്കുന്ന കുറെ ഡോൾഫിൻസ്. അവന്മാർ യൂണിയനൈസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഇവന്റെ ഈ വില്ലന്മാരുടെ ഒരു കോൺഫറൻസ് ഒക്കെ ഉണ്ട്. കോൺഫറൻസിൽ ഇവന്റെ അങ്കിള് പോയതിന് ശേഷം ആരാവണം അടുത്ത മുതലാളി, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കൂടെ ഒരു സെക്കൻഡ് ഹാഫ് ഒരു ഇച്ചിരി ഒരു ഡിസപ്പോയിന്റിങ് ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇങ്ങനെ രസത്തിലൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നിരുന്നാലും ആ പുള്ളിയുടെ സ്കാൽസിയുടെ സ്ഥിരം
ഇറവറന്റ് സ്റ്റൈലില് ഭയങ്കര രസമുള്ള സാധനമായിരുന്നു ഇത്. ഈ പൂച്ചയെ കൊണ്ടുവരുന്നത് ഒരു ട്രോപ്പാന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ റീസെന്റ് കുറച്ച് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സാധനം തോന്നുന്നു. ആണോ? ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സിന്റെ ലാസ്റ്റ് സീസണിൽ 2 എപ്പിസോഡ് പൂച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. അതായത് പൂച്ചകൾ ഓവർലോഡ്സ് ആണെന്ന് കാണിക്കുന്നതും, അതായത് പൂച്ചകളാണ് നമ്മളെ റൺ ചെയ്യുന്ന ഓവർലോഡ്സ് എന്ന് കാണിക്കുന്ന 2 എപ്പിസോഡ് ആയി തന്നെ ഉണ്ട്. ഈ പറഞ്ഞ ട്രോപ്പ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് ഈ അടുത്തൊക്കെ ചില പുസ്തകങ്ങളിൽ. പൂച്ച അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും വെസ്റ്റേൺ ലിറ്ററേച്ചറിലാണ്. മലയാളത്തിലൊന്നും ഇതിനെപ്പറ്റി ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്താ അറിയുന്നോട് ആൾക്കാർക്ക് പൂച്ചയോട് ഇത്ര ഒരു കാര്യം പറയാൻ പറഞ്ഞു. മറ്റേ ഡഞ്ചിയൻ ക്രോളർ കാൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, അത് ഇതുപോലെ ഗുഡ് റീഡ്സ് ഒരു ബെസ്റ്റ് ബുക്ക് മറ്റേ ഇതുപോലെ തന്നെ ഈ KPS റെക്കമെൻഡ് ചെയ്ത ആൾ തന്നെയാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ അത് സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല, സയൻസ് ഫിക്ഷൻ എന്ന് പറയാം. ഒരു ഡഞ്ചിയൻ മറ്റേ എർത്തിനെ ഒരു ഏലിയൻ റേസ് എല്ലാ പ്ലാനറ്റിനെയും മറ്റേ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ എർത്തിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇതിനെ ഒരു മൈനിങ് കോളനി ആക്കും, മൈനിങ് മറ്റേ ഒരു സ്റ്റേഷൻ ആക്കും. ഈ മൈനിങ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ സാധാരണ മൈനിങ് സ്റ്റേഷൻ അല്ല, ഇത് ഒരു ഡഞ്ചിയനാണ്. നമ്മുടെ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിലെ പോലത്തെ ഒരു ഡഞ്ചിയനാണ്. പുറത്ത് പെട്ടുപോയ ആൾക്കാർ മാത്രം ഇതിൻ്റെ പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവനും ഇവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പൂച്ചയും, ഗേൾഫ്രണ്ട് ഇവനായിട്ട് ചീറ്റ് ചെയ്ത് പുള്ളിക്കാരി വേറൊരുത്തിൻ്റെ കൂടെ പോയതാണ്. പുള്ളിക്കാരി ചത്തുപോയി. വീടിനകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവർ ഈ ഏലിയൻസ് സ്ക്വിഷ് ചെയ്ത് കൊന്നുകളയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ റോട്ടിൽ, അതായത് ഓപ്പണിൽ വന്ന ആളുകൾ മാത്രമാണ് സർവൈവ് ചെയ്യുന്നുള്ളൂ. അവരാണ് ഇനി ഡഞ്ചൻ ക്രോൾ ചെയ്യാൻ പോകുന്നത്, ഡഞ്ചൻ ക്രോളേഴ്സ് ആക്ച്വലി പ്ലെയേഴ്സ്. ഇപ്പോൾ ഈ കാൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിയുടെ ഈ മറ്റേ ഗേൾഫ്രണ്ടിൻ്റെ പൂച്ചയായിട്ട് പെട്ടുപോവാണ്. അപ്പോൾ ഈ പൂച്ചയ്ക്ക് ഗെയിമിൽ ഈ സിമുലേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് സംസാരിക്കാനുള്ള കഴിവ് കിട്ടും. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെയൊക്കെ തനി നിറം. ഞാൻ മാസ്റ്റർ ആണെന്നാണ് പൂച്ച വിചാരിച്ചിരിക്കുന്നത്. ഞാനാണ് നിന്റെ മാസ്റ്റർ. പുള്ളിക്കാരി സ്വയം പേര് വിടും, പ്രിൻസസ് കോൺസുവേല അങ്ങനെയൊന്നും സ്വയം ഒരു പേരും വിളിക്കും. പൂച്ചയ്ക്ക് ഫുൾ പവേഴ്സ് ആണ്. ഇവനൊന്നും കിട്ടുന്നില്ല, അവൻ വെറും ഗ്രണ്ടാണ്. ഇവന് ചുമ്മാ ആൾക്കാരെ തല്ലി, ഇവനെ ഗോബ്ലിൻസിനെയൊക്കെ തല്ലി കൊല്ലാനുള്ള എന്തെങ്കിലുമൊക്കെ ആയുധമൊക്കെ കിട്ടും. പൂച്ചയ്ക്ക് അങ്ങനെയല്ല. പൂച്ചയ്ക്ക് ഭയങ്കര, ഇവൻ കഷ്ടപ്പെട്ട് ഒരു ബാറ്റിലൊക്കെ സർവൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും പൂച്ചയ്ക്ക് ഫുൾ പവേഴ്സ് ആണ്. അതൊന്നും ചെയ്യില്ല, അത് ചുമ്മാ നഖം കടിച്ച് അവിടെ മറ്റേ പാലൊക്കെ നക്കിയിരിക്കുള്ളൂ. അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഇതിൽ പോകുന്നത്. നല്ല സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവസാനം കൊണ്ടേ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളൂ, പക്ഷെ രസമാണ്, വായിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ്. സയൻസ് ഫിക്ഷനായിട്ടും ഇതുപോലെ തന്നെ ഈ ജോൺ സ്കാൽസിയുടെ അതേ ടോൺ തന്നെയാണ് അതിന്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ ഇൻസ്റ്റാഗ്രാമർ അത് റെക്കമെൻഡ് ചെയ്തെന്ന് തോന്നുന്നു. ബോർഡർലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടിട്ടുണ്ട്. അതൊരു I think it's a Japanese ഇതാണ്. 4 friends they get stuck in ഒരു ഗെയിമില് in an alternate universe. ഇവരെന്തോ ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്ത് പുറത്ത് വരുമ്പോൾ ജപ്പാനിലെ one of the busiest streets is empty, like ഒന്നുമില്ല, ആരുമില്ല. and then it's quite ഇതുമാരെ അത്ര തമാശയൊന്നുമല്ല, but they become part of a game and then the game has different levels. They get ബോർഡർലാൻഡ് എന്ന് പറഞ്ഞൊരു ഉള്ളത് ഒരു ഗെയിം അല്ലേ ആക്ച്വലി? ശരിക്കും അങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബോർഡർലാൻഡ്സ് ഉണ്ട്, അത് വേറെയാണെന്ന് തോന്നുന്നു. ഇത് സ്ക്വിഡ് ഗെയിം പോലത്തെ ഒരു ഗെയിമാണ്. പക്ഷെ ഒരു ഭയങ്കര ഡാർക്ക് ഒരു സീരീസ്. പക്ഷെ ഇത് കേട്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്, ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ എ ഗെയിം and then they've got different levels. ഇതേമാതിരി തന്നെ എന്തോ കാർഡ്സ് കളക്ട് ചെയ്യലാണ്. end of each game you get ഒരു കാർഡ് കിട്ടും നമുക്ക്. പൂച്ചയെ കുറിച്ച് പറഞ്ഞു. അല്ല, ഈ സ്റ്റോറീസിലേക്ക് ഏറ്റവും വിശ്വസനീയം അതാണ്, പൂച്ചകൾ അസോൾസ് ആയിട്ടുള്ളത്. അല്ല, ഈ അടുത്തിടയ്ക്ക് ഒരു മീം കണ്ടത് ഓർമ്മ വരെയാണ്. ഒരു പൂച്ചയും പട്ടിയും ചത്തിട്ട് സ്വർഗത്തിൽ പോകും. അപ്പൊ ദൈവം ഇങ്ങനെ ഇരുന്നിട്ട് വെൽക്കം മൈ ഡിയർ ചിൽഡ്രൻ എന്ന് പറയും. അപ്പൊ പട്ടി ഇങ്ങനെ വാലാട്ടിട്ട് പറയും, ആർ യു ഗോയിങ് ടു പെറ്റ് മീ, ആർ യു ഗോയിങ് ടു പെറ്റ് മീ, ഓ ബോയ് ഐ ആം സോ എക്സൈറ്റഡ്. പൂച്ച പറയും, യു ആർ സിറ്റിംഗ് ഇൻ മൈ സീറ്റ്. അല്ല, ഈ ഇന്റർനെറ്റ് വീഡിയോസ് കാണും ചില പൂച്ചകളുടെയൊക്കെ. ഒരെണ്ണം കണ്ട് എനിക്ക് ഭയങ്കര ഫാസിനേഷൻ തോന്നിയത്, ഒരു കൊച്ചു പെൺകുട്ടി അവിടെ നിന്ന് എഴുതുകയാണ്, പേപ്പറിൽ പെൻസിൽ വെച്ച് എഴുതുകയാണ്. പൂച്ച അവിടെ സൈഡിൽ പോയി നിന്നിട്ട് അത് കുട്ടിയെ നോക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൈ എടുത്തിട്ട് കൈ ഇങ്ങനെ വിടർത്തിയൊക്കെ നോക്കുന്നുണ്ട്. ആൻഡ് ലുക്കിംഗ് ബാക്ക്. ശരിക്കും ആ പേന പിടിക്കാൻ പറ്റുമോ എന്നുള്ള, ഇതൊക്കെ AI വരുന്ന മുന്നെയാണ്. ഐ ആക്ച്വലി ബിലീവ് ഇറ്റ്. ഈ പൂച്ച വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാതും വിശ്വസിക്കും. അത് ഈ മറ്റേ ഇയാളുടെ ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ ഡേവിഡ് ആറ്റൻബറോയുടെ ഒരു വീഡിയോ ഉണ്ട്.
ഡേവിഡ് ആറ്റ്മോർ സാധാരണ വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടാണ് എൻ്റെ വോയിസ് ഓവർ തരാറ്. ഇത് ഒരു വളരെ അയാളാണോ ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടി ഏതെങ്കിലും ഡബ് ചെയ്തതാണോന്ന് അറിയില്ല, ഇൻസ്റ്റേ കണ്ടതാണ്. അതായത് പൂച്ചകൾക്ക് നമ്മളെ ഒരു ഇതായിട്ട് കാണാനേ പറ്റുള്ളൂ. എന്താ പറയുക, പൂച്ചകൾ നമ്മളെ നമ്മുടെ പൂച്ചകൾ മാസ്റ്ററായിട്ട് തന്നെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. പട്ടിയാണ് ശരിക്കും നമ്മളെ മാസ്റ്ററായിട്ട് കാണുന്നത്. നമുക്ക് വിധേയത്വം, ലോയൽറ്റി എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. പൂച്ചയ്ക്ക് എങ്ങനെ സറൗണ്ടിങ്സുമായിട്ടാണ് പൂച്ചയ്ക്ക് attachment. കാറ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ പ്ലേസ് ആൻഡ് ഡോഗ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ഹ്യൂമൻസ് എന്ന് പറയാം. അതെ. അപ്പോൾ ക്യാറ്റിന് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. അതിന്റെ കാര്യം മാത്രമേ നടന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ചെറുതായിട്ടൊരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള കാറ്റ് ലവേഴ്സ് എൻടൈറ്റിൽഡ് ആണ്. അതെ അതെ വളരെ അല്ല, ഐ മീൻ കാറ്റ് ലവേഴ്സ് ആൻഡ് ഡോഗ് ലവേഴ്സ് ഡോണ്ട് സീ ഐ ടു ഐ എന്ന് പറയും. ഇവിടെ പൊതുവെ എങ്ങനെയാണ്, ഈതർ എ കാറ്റ് പേഴ്സൺ ഓർ എ ഡോഗ് പേഴ്സൺ. അപ്പൊ പട്ടിക്ക് നമ്മൾ ഒരു ദിവസം ഫുഡ് കൊടുത്താൽ ഭയങ്കര നന്ദിയായിരിക്കും. പൂച്ചയ്ക്ക് ഇന്ന് ഒരു ദിവസം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നീ ഇത് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ്. അയ്യോ, കാരൻ. Anyway, നമ്മള് എൻടൈറ്റിൽമെന്റ് ഓൺലി നെക്സ്റ്റ് ടു അവർ ചിൽഡ്രൻ. എനിവേസ്, സയൻസ് ഫിക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ നല്ല വേൾഡ് ബിൽഡിംഗ് ഉള്ള ഒരു വർക്ക് ഞാൻ കണ്ടത് വേൾഡ് വാർ സി വായിച്ചിട്ടുണ്ടോ? വേൾഡ് വാർ സി, യെസ് യെസ്. ഐ ലവ് ദാറ്റ് ബുക്ക്. എനിക്ക് ഞാൻ 2 വട്ടം വായിച്ചു. മാക്സ് ബ്രൂക്സ്. അതെ. പുള്ളി ആദ്യം ഇറക്കിയത് സോംബി സർവൈവൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള നല്ല വേൾഡ് ബിൽഡിംഗ് അവിടെ വെച്ചാൽ തുടങ്ങുന്നത്. നല്ല ഇലാബറേറ്റ് ആയിട്ടുള്ള, നമുക്കിപ്പോ ഒരുപാട് സോംബി മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ഇങ്ങനെ പെരുമാറിക്കൂടെ, എന്തുവാ സോംബിയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ഹൈറ്റിൽ പോയി താമസിച്ചൂടെ, അങ്ങനെ ഒരുപാട് നമ്മളൊരു ആ ഒരു വേൾഡിലേക്ക് കയറുമ്പോൾ നമ്മൾ ലോജിക്കലി ആലോചിക്കും, ലൈക്ക് വി ക്യാൻ ഡു സിമ്പിൾ സ്റ്റെപ്സ് ടു എൻഷുർ ദാറ്റ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് സർവൈവൽ കുറച്ച് കൂടുമെന്നുള്ളത്. പക്ഷെ പകരം നമ്മൾ എന്താ കാണുന്ന ക്യാരക്ടേഴ്സ്, സോംബിയെ കാണുന്നു ഓടുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ലൈക്ക് ദർ ആർ നോ ലോങ് ടേം ഗോൾസ്, വി ഡോണ്ട് സീ ദാറ്റ്. ഇതില് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ട് ഏത് ആയുധമാണ് ഏറ്റവും എഫിഷ്യന്റ് എന്നൊക്കെ ഉള്ളത്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. കുറെ സർവൈവ് ചെയ്യാൻ കുറെ ഒരു പ്രോപ്പർ ഗൈഡായിരുന്നു സോംബി സർവൈവൽ ഗൈഡ്. ഇതിനെ എലാബറേറ്റ് ചെയ്തിട്ടാണ് 2006 പുള്ളി വേൾഡ് വാർ സി എന്ന് പറഞ്ഞ ബുക്ക് ഇറക്കുന്നത്. ആൻഡ് അതിനകത്ത് ഈ ഗൈഡ് ഒരു ആക്ച്വൽ ബുക്കാണ്. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് പാരലൽസ്. ലൈക്ക് ആദ്യം ഈ സോംബി ഇത് ഔട്ട്ബ്രേക്ക് വരുമ്പോ ആദ്യം ഇതിന് വേറൊരു പേരായിടുന്നത്, എന്തോ ആഫ്രിക്കൻ പ്ലേഗോ സിക്നസോ ഇന്തോനേഷ്യൻ പ്ലേഗോ അങ്ങനെ എന്തോ പേരിടുന്നത്. എന്നിട്ട് ഗവൺമെന്റ്സ് ഡിനൈലാണ്. അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം ഗവൺമെന്റ്സ് ഒന്നും സമ്മതിക്കുന്നില്ല. ജോബ്സ് ആണ്. നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നതിന് ഇതെങ്ങനെ ഈ സോംബി സംഭവം ലോകം മൊത്തം പെട്ടെന്നൊരു ദിവസം ഉണ്ടായി വന്നു. ഇപ്പം നമ്മള് ഈ കോവിഡ് വരുമ്പോ അറിയാം നമുക്ക് വുഹാനിൽ നിന്നാണ് തുടങ്ങുന്നത്. ആൻഡ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. സോംബി ഒരു സിക്നസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് മോർ, അതിന്റെ സിംറ്റംസ് നമുക്ക് അറിയാൻ പറ്റും. ആൾക്കാരെ പോയി കടിക്കുകയൊക്കെ ചെയ്യാം. സോ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ക്യാൻ കണ്ടെയ്ൻ. പക്ഷെ അത് എന്തുകൊണ്ട് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഒരു റാഷണൽ ഉണ്ട്. പിന്നെ ദിസ് ആക്ച്വലി ദ ബുക്ക് ഈസ് ഇറ്റ്സ് സോർട്ട് ഓഫ് എ സെറ്റ് ഓഫ് ഇന്റർവ്യൂസ് ആൻഡ് എവറിത്തിങ് ആഫ്റ്റർ ദ സോംബി വാർ. ഈ സോംബികളുടെ സംഭവം എല്ലാം തകർത്ത് കഴിഞ്ഞിട്ട്, സോംബികളെ എല്ലാം തോൽപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ടെസ്റ്റിമോണീസ് ആണ് എടുക്കുന്നത്. കറക്റ്റ്. അത് ഒരു വളരെ ഡിഫറെന്റ് നറേറ്റീവ് ആണ്. അതിൽ ബേസിക്കലി ഡയറി നോട്ട്സും ഇന്റർവ്യൂസും ഒക്കെ ചേർത്തിട്ട് ഒരു റിട്രോസ്പെക്റ്റീവ് ആണ് ആക്ച്വലി. യു ഡോണ്ട് റീഡ് ദ സ്റ്റോറി ഇൻ ഇറ്റ് സെൽഫ്. എപ്പിസ്റ്റോളറി ഫോർമാറ്റ് ആണോ ശരിക്കും പറഞ്ഞാൽ? ഇതുപോലെ ഡയറി എൻട്രീസ് വെച്ചിട്ടാണോ ബുക്ക് എഴുതിയിരിക്കുന്നത്? ജേർണലിസ്റ്റ് ആണോ? ജേർണലിസ്റ്റിന്റെ നോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇന്റർവ്യൂസ് ഉണ്ട്, സർവൈവേഴ്സിന്റെ ഒക്കെ. അതായത് ഒരു ഇന്ത്യക്കാരനുണ്ട്, പുള്ളി ഒരു പുതിയ ഫോർമേഷൻ ഒക്കെ കണ്ടുപിടിക്കും. ഈ സോംബീസുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫോർമേഷൻ ഇത് ഇന്ത്യൻ ആർമി ക്യാപ്റ്റൻ എന്നുള്ളത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ലൈക്ക് ഇറ്റ്സ് ഓൾ വേൾഡ് ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന്റെ ഇമേഴ്ഷൻ നല്ല രസമാണ്.
ഇതിന്റെ മൂവി ഇറങ്ങിയപ്പോ ഞാൻ ഉം. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ആ മൂവി ഓക്കെ. ഈസ് എ ടിപ്പിക്കൽ സോംബി മൂവി. വളരെ ജനറിക് സോംബി മൂവിയായി, ബ്രാഡ് അബ്സല്യൂട്ട്ലി പിറ്റ്. യൂസ്ലെസ്. സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ എന്നാലും ഐ മീൻ ആ പുസ്തകത്തിന്റെ ആ എസെൻസ് കംപ്ലീറ്റ് അങ്ങ് പോയി. ആക്ച്വലി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ആ മൂവിക്ക്. ബുക്കിന്റെ ബേസ് ചെയ്തിട്ടാണെന്ന് അറിയില്ല, എനിക്കറിയില്ല. ആ ഒരു 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 സീൻ മാത്രമുണ്ട്, ആ പോസ്റ്റർ ഇപ്പോഴും ഉണ്ട്. ആ ഹെലികോപ്റ്ററിലേക്ക് മറ്റേ ഹ്യൂമൻ പിരമിഡ് ഇല്ലേ, സോംബി പിരമിഡിൽ ആ നിന്ന് ഒരാളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സാധനം, അത് മാത്രമുണ്ട്. ഇയാളുടെ തന്നെ ഉം. മറ്റേ ഡിവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് നമ്മുടെ മൗണ്ട് റേനിയറിന്റെ സൈഡ്സിൽ ഈ മറ്റേ ഇവരില്ലേ ഹിപ്പി പാസിഫിസ്റ്റ് അല്ല, സിലിക്കൺ വാലി ടെക്കി ഹിപ്പി പാസിഫിസ്റ്റ്സ്, സിയാറ്റലിലെ സിലിക്കൺ വാലിയിലെ അവരെല്ലാവരും കൂടി ഒരു വളരെ ഗ്രീൻ ഈക്കോസിസ്റ്റം തുടങ്ങുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഗ്രീൻ ഹൗസസ്, സസ്റ്റൈനബിൾ, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി അവിടെ കുറേ ആളുകൾ പോയി താമസിക്കും. അവിടെ മറ്റവന്മാർ കയറി, സസ്ക്വാച്ചസ്, നമ്മുടെ ബിഗ് ഫുട്ട്, അവന്മാർ കയറി വന്നിട്ട് ഇവരെല്ലാവരെയും മാസാക്കർ ചെയ്യും. എന്നിട്ട് എഗെയിൻ ഇഫ് ഐ റിമെമ്പർ റൈറ്റ് ഇറ്റ് വാസ് എ സിമിലർ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ഒരുമാതിരി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈലിൽ ഉള്ള റൈറ്റിംഗ് ആണ്. അതും അത്യാവശ്യം നല്ല രസമുള്ള സാധനമായിരുന്നു. ഈ വേൾഡ് വാർ സീനേക്കാളും കുറച്ച് താഴെ നിൽക്കുമെങ്കിലും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനമായിരുന്നു അത്. അതും എനിക്ക് തോന്നുന്നു സിനിമയാക്കുമായിരിക്കും. നശിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. വേൾഡ് വാർ സിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെട്ടത്. അതിലൊന്ന് ഒരു ജാപ്പനീസ് സോൾജർ, പുള്ളി കാട്ടിലെങ്ങാണ്ട് കുറെ വർഷങ്ങൾ ഒളിച്ചിരുന്നിട്ട് സോംബീസിനെ എല്ലാം കൊന്നൊടുക്കിയിരുന്നു. ഐ തിങ്ക് ഹി വാസ് ബ്ലൈൻഡ് ആക്ച്വലി. അങ്ങനെ ഒരു റിയൽ ലൈഫ് പാരലൽ ഉണ്ട്. there was a Japanese soldier who got trapped in an island. വേൾഡ് വാർ 2 യുദ്ധം അവസാനിച്ചത് പുള്ളി അറിഞ്ഞില്ല. ഓൾമോസ്റ്റ് 10 years പുള്ളി ആ കാട്ടിൽ തന്നെ താമസിച്ചു. എന്നിട്ട് വരുന്ന ആൾക്കാര്, പുള്ളിയുടെ ഹൈഡ് ഔട്ടിലോട്ട് വരുന്ന ആൾക്കാരെയൊക്കെ പുള്ളിയെ തട്ടിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് പുള്ളിയുടെ സുപ്പീരിയർ ഓഫീസർ വന്നിട്ടാണ് പുള്ളിയെ റിട്ടയർ ചെയ്ത സുപ്പീരിയർ ഓഫീസർ വന്നിട്ടാണ് പുള്ളിയോട് പറയുന്നത്, യുദ്ധം കഴിഞ്ഞു, യു ക്യാൻ കം ഔട്ട്. ഹോൾഡിംഗ് യുവർ പോസ്റ്റ് എന്നൊക്കെ പറയുന്നതിനെ ടേക്കിംഗ് ടു ദ നെക്സ്റ്റ് ലെവൽ ആണ്. നെക്സ്റ്റ് ലെവൽ. അത് ഈ കഥയ്ക്കകത്തൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഓൾ ദോസ് എക്സ്പീരിയൻസസ് ആർ സോ പേഴ്സണൽ. അത് വായിക്കുമ്പോൾ കുറച്ച് സ്കെയറി ഒക്കെയാണ്. പിന്നെ ഒരു ടിക്കിംഗ് ടൈം ബോംബിന്റെ കാര്യം പറയുന്നുണ്ട്. ലൈക്ക് ഈ സോംബീസ് എല്ലാം കൂടിയിട്ട് കുറച്ച് ആൾക്കാർ എന്തോ ഒരു പ്ലാൻ ചെയ്തു, ലൈക്ക് ഇവരെല്ലാം കടലിൽ കൊണ്ടുപോകാം. അങ്ങനെ ഈ സോംബീസിനെ എല്ലാം കടലിലേക്ക് നയിച്ച് ഇപ്പോഴും കടലിന്റെ ഏതോ ഒരു ഭാഗത്ത് ഈ ഒരു ഫുൾ ഹോഡ് ഇങ്ങനെ കൈയും പൊക്കി പിടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഈ ചെടികൾ അനങ്ങുന്ന പോലെ കൈകളെല്ലാം അങ്ങോട്ട് അനങ്ങുന്നു. അങ്ങനെ ഒരു നല്ല വിവിഡായിട്ടുള്ള പിക്ചർ റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. മീൻസ് അല്ല, അത് ബേസിക്കലി ഇഫ് യു ട്രൈ ടു ഫിറ്റ് സം ഓഫ് ദിസ് ഇൻടു ദ ഫോർമുല ഓഫ് എ മൂവി, ഇറ്റ് വിൽ നെവർ ഫിറ്റ് ഇൻ. That's true. പക്ഷെ മൂവി ഭയങ്കര ജനറിക് ആയിപ്പോയി. ഐ മീൻ സം ഓഫ് ദിസ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് അതൊന്ന് ക്യാപ്ചർ ചെയ്യായിരുന്നു മൂവിക്ക്. ഇതില് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, അവർ ഈ സോംബീസിനെ കണ്ടിട്ട് അവരും അതേപോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് അവര് സോംബീസിനെ പോലെ ആൾക്കാരെ കടിച്ചു തിന്നാനൊക്കെ ശ്രമിക്കും. മാനസിക പ്രശ്നങ്ങളാണ് ഇത് കാരണം ഉണ്ടാകുന്നത്. പക്ഷെ ഇവര് സോംബീസിന്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ കയറി ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോംബീസ് ഇവരെ പിടിച്ചങ്ങ് തിന്നും. അത് വേറെ. ഐ ഐഡന്റിഫൈ ആസ് എ സോംബി. ഇതെല്ലാം കോവിഡിന് മുന്നെയാണ് കേട്ടോ, 2006 അതിനകത്ത് ഈ ബുക്കിനകത്ത് ഒരു പ്ലാസീബോ വാക്സിന്റെ കാര്യം പറയുന്നുണ്ട്. ആൾക്കാരെ പറ്റിക്കാൻ നേരത്തെ ഗവൺമെന്റ് കവറപ്പ് എന്ന് പറയും, അതിന്റെ ഒരു ഭാഗമായിട്ട് ലോകം മൊത്തം വാക്സിനേഷൻ കൊടുക്കും ആൾക്കാരെ കാം ചെയ്യാൻ വേണ്ടി. ആൻഡ് അതിനുശേഷമാണ് കോവിഡ് വരുന്നത്. ആൻഡ് ദർ ഇസ് എ വെരി ബിഗ് പാരലൽ, അറ്റ്ലീസ്റ്റ് കോൺസ്പിറസി ലെവലില്. മൂവീസിലൊക്കെ സോംബിയെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോർട്രേ ചെയ്തേക്കണത്, ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തേക്കണത് വാം ബോഡീസ് ഒക്കെയാണ്. വാം ബോഡീസ് അല്ലെങ്കിൽ ഷോൺ ഓഫ് ദ ഡെഡ് ഒക്കെയാണ്, മീൻസ് സോംബി ലാൻഡ്.
അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ കോമഡി അങ്ങനത്തെ ജോണർ, റൊമാൻസ് ജോണറൊക്കെ ആയതുകൊണ്ടാണ്. പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് ആൻഡ് ജോംബീസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മുടെ ഗോ ഗോവ ഗോ 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 അത് ഇന്ത്യയിലെ ആദ്യത്തെ സോപ്പി പടം ആയതുകൊണ്ട് മാത്രം ഒരു വൺ ആൻഡ് ഓൺലി ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനത്തെ ഒരെണ്ണം വന്നിട്ടില്ല. തമിഴിൽ Actually വന്നു, അത്യാവശ്യം നല്ല തമിഴിൽ വന്നു. തമിഴിലുണ്ട്. മറാഠിയിലുണ്ട് സോംബി വലി. സോംബി വില്ലി ഉണ്ട്. ആ, തമിഴില് zombie ജയം വില്ലി. രവിയുടെ ഒരു പടം ഉണ്ടായിരുന്നു. പക്ഷേ ഗോ ഗോവ ഗോണും സോമി വില്ലിയും കുറച്ചൊരു ഹ്യൂമർ ട്രാക്ക് ഉം. പിടിച്ചിട്ടുള്ള ഇതാണ്. എനിക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടം. സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ടോക്കിംഗ് കാറ്റ്സും ഒക്കെയാണ് എന്റെ ഒരു ലൈൻ. വാമ്പോഡീസ് കൊള്ളാം രസമാണ്. വാംബോഡീസ് മറ്റേ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയല്ലേ? ഒരു പെണ്ണ് ഒരു സോംബിയെ പ്രേമിക്കുന്നത്. ഞാൻ അതിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്. സിനിമ കണ്ടതാ എനിക്ക് ഓർമ്മയില്ല. സിനിമ നമ്മുടെ എക്സ്മെനിലെ ഒരു പേര് മറന്നുപോയി. ഓക്കെ, ഐ തിങ്ക് ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ട്. നിക്കോളാസ് ഹോൾട്ട് ആണെന്ന് തോന്നുന്നു. അതെ, നിക്കോളസ് ഹോൾട്ട്. ആ ബീസ്റ്റ് ആയിട്ട് വന്നാണല്ലേ? ആ ബീസ്റ്റ് ആയിട്ട് വരുന്ന ആള് അത് തന്നെ. എനിക്കിതുണ്ട് 2014 2015 ആ സമയത്ത് എന്തോ അല്ലായിരുന്നു. പഴയ പടമാണോ? നല്ല പഴയ സിനിമയാണ്. നോവലും. ഓക്കെ, കണ്ടിന്യൂ. പിന്നെ എനിക്ക് തോന്നുന്നു പുട്ടിങ് സയൻസ് ഇൻ ടു ദ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറയുന്ന ഈ വിഷനറി തിങ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ് നമ്പർ ഓഫ് ഇയേഴ്സ് എഹെഡ് ഉള്ള ലോകത്തിനെ വിഷ്വലൈസ് ചെയ്യുന്ന ആളുകൾ. അതിൽ എനിക്ക് തോന്നുന്നു ദ ബിഗ്ഗസ്റ്റ് വൺ എനിക്ക് തോന്നുന്നു റെഡി പ്ലെയർ വണ്ണിലെ ഒയാസിസ് ആണ്. ദ വേൾഡ് ഇസ് സ്റ്റിൽ, ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ടു ഗോ ഇൻ ദാറ്റ് ഡയറക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി പ്ലെയർ വണ്ണിൽ അവർ പറയുന്നത് ദ ലൈഫ് ഔട്ട്സൈഡ് ദ ഒയാസിസ് സക്സ്, ഇൻസൈഡ് ദ ഒയാസിസ് യു ക്യാൻ ബി എനിത്തിങ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഒരു വിർച്വൽ റിയാലിറ്റി, റൈറ്റ്? അതിൻ്റെ അകത്തുള്ള ഗാഡ്ജറ്റ്സ് മുഴുവനും സ്ലോലി ഇറ്റ് ഗെറ്റ്സ് എവറിവെയർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓംനി ഡയറക്ഷണൽ ട്രെഡ്മില്ലുണ്ട്. അപ്പം നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഓടാം അതിൽ. പിന്നെ സൂട്ടിലൊക്കെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് ഇടിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കൊണ്ടതുപോലെ ഇരിക്കും. സൂട്ട് തന്നെ ഇടി തരും. അതിൽ ബുക്കില്, സിനിമയിലില്ല, പക്ഷെ ബുക്കില് ഒരിടത്ത് ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് സ്യൂട്ട് ദാറ്റ് ഗിവ്സ് യു സെക്ഷൽ പ്ലഷേഴ്സ് ഓൾസോ. അങ്ങനത്തെ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ബേസിക്കലി ഇത് എനിക്ക് 2012 2013 അടുത്താണ്. അപ്പോൾ അന്ന് തൊട്ട് അന്ന് അയാൾ വിഷ്വലൈസ് ചെയ്തതാണ് ഈ വിർച്വൽ റിയാലിറ്റിയുടെ വേൾഡ്. വി സ്റ്റിൽ നോട്ട് ഗോട്ട് ദെയർ. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. വിർച്വൽ റിയാലിറ്റി ഓഫീസ് റൂംസ് ഒക്കെ. അതായത് നമ്മൾ VR ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്ന പോലെ ഉള്ള സാധനമൊക്കെ ചെയ്യാം. നമ്മുടെ ശങ്കറിന്റെ സിനിമയിലെമാരെ നമ്മളൊരു തേർഡ് ആംഗിളിൽ നിന്നും കാണിക്കുന്നു പോലെ. ഈ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രൈമിലോ? ഞാൻ ഒരു സീസൺ അതിന്റെ കണ്ടുള്ളൂ. ബേസിക്കലി ഒരാൾ മരിച്ചിട്ട് ഹി ഗോസ് ഇൻ ടു ഇതേമാതിരി ഒരു VR സ്പേസിലാണ് അയാള്. അവിടെ ഇതേമാതിരി കോയിൻസ് വേണം നമുക്ക്. അപ്പൊ ഇയാളുടെ ഗേൾ ഫ്രണ്ട് ആണ് അതിന് പൈസ കൊടുത്തിരുന്നത്. ഇയാൾ അവിടെ ബേസിക്കലി കീപ്പിംഗ് ഹിസ് സോൾ അലൈവ്. അയാളുടെ തോട്ട്സും ഒക്കെ അലൈവ് ആണ് അവിടെ. അത് ഇതുമാതിരി ഒരു സീക്വൻസ് ഉണ്ട് അതില്. ഒരു സൂട്ട് ഇട്ടിട്ട് ഈ ഗേൾ ട്രൈങ് ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് ഗൈ എന്നുള്ള വെരി സിമിലർ കോൺസെപ്റ്റ് ആണ് അതിന്റെ. നെക്സ്റ്റ് ലെവൽ. മരിച്ചു കഴിഞ്ഞാലും നമുക്ക് യു കെൻ കണ്ടിന്യൂ ഇവിടെ എന്നുള്ള പോലെ. അപ്ലോഡ് ഞാൻ കണ്ടതാണ്. അത് സീസൺ 1 വളരെ നല്ലതാണ്. സീസൺ 2 3 4 എല്ലാം ഡ്രാഗിങ് ഇറ്റ് ഔട്ട് ആണ്. ഇതൊരു സിറ്റ്കോം ആണോ അപ്ലോഡ്? ഇറ്റ്സ് സ്ലൈറ്റ്ലി ഫണ്ണി ബട്ട് സിറ്റ്കോം അല്ല. വേറൊരു സീരീസ് ഉണ്ടായില്ലേ ആഫ്റ്റർ ലൈഫിനെ പറ്റിയിട്ട്? അവരുടെ തന്നെ എന്തെങ്കിലും ആണോ? കാരണം ആഫ്റ്റർ ലൈഫ് ഗുഡ് പ്ലേസ് അത് വേറെ ലെവലാണ്. ദാറ്റ് ഈസ് നോട്ട് സയൻസ് ഫിക്ഷൻ ബട്ട് 5 out of 5 കൊടുക്കാൻ പറ്റുന്ന ഒരു സീരീസ് അതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ 2 സീസൺ കണ്ടു. ഗുഡ് പ്ലേസ്. അഗൈൻ ഫസ്റ്റ് സീസൺ ഗുഡ് പ്ലേസിന്റെ നല്ലതായിരുന്നു, അപ്ലോഡിന്റെ നല്ലതായിരുന്നു. ഗുഡ് പ്ലേസിന്റെ സെക്കൻഡ് സീസൺ സെയിം തിങ്, യുനോ didn't add anything new എന്ന് എനിക്ക് തോന്നുന്നു. But at least a good place നല്ലോണം എൻഡ് ചെയ്തു. So kudos to that. Upload was എങ്ങനെയൊക്കെ തീർന്നാ മതി എന്നായിപ്പോയി. But the premise was good. എനിക്ക് ഇതുപോലത്തെ സയൻസ് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ലേ? ഇപ്പൊ സെൽഫിനെ കുറിച്ചാണ്. ലൈക്ക്
അപ്ലോഡിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബോഡി ഇല്ലെങ്കിലും നമ്മുടെ മൈൻഡ് വേറെ വേൾഡിൽ ലീവ് ഓൺ ചെയ്യുകയാണ്. സോ യു ഹാവ് ദറ്റ് ഓപ്ഷൻ, മരിക്കുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡ് ആ വേൾഡിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ പ്രശ്നം ഇതാണ്, ഇഫ് യു ഹാവ് ടു ഡു ഇറ്റ്, യു ഹാവ് ടു ഡു ഇറ്റ് ബിഫോർ യു ഡൈ. ഇഫ് യു ഡു ദാറ്റ് ഇൻ ദ റിയൽ വേൾഡ് യു ആർ ഡെഡ്. കാരണം ഈ നമ്മുടെ ബ്രെയിൻ നശിപ്പിച്ചിട്ടാണ് ആ ഇൻഫർമേഷൻ ഒരു വെർച്വൽ സെൽഫ് ആക്കി എടുക്കുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്തിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ലോജിക്കൽ പ്രശ്നം വരുന്നുണ്ട്. ലൈക്ക് ഒരു സെൽഫ് ഉണ്ട് ആ വേൾഡിൽ, ബട്ട് വാട്ട് ഇഫ് സംബഡി മേക്സ് എ സെപ്പറേറ്റ് കോപ്പി? ആ ഇഷ്യൂ വരുന്നുണ്ട് ഇൻ സബ്സിക്വന്റ് സീസൺസ്. അപ്പൊ രണ്ടുപേരാകത്തില്ലേ? അതേപോലെ ഈ വെർച്വൽ വേൾഡിൽ ബേസിക്കലി ഒരു ഹോസ്റ്റേജ് ആകുകയാണ് ആൾക്കാർ. ലൈക്ക് നേരത്തെ പറഞ്ഞല്ലോ, കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അമ്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരും. കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് സീസണിലൊക്കെ ഈ മരിച്ച ആൾക്കാരെ കൊണ്ട്, സോറി, വെർച്വൽ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവരെ ഒരു ഇതിന്റെ പോയിന്റിൽ എത്തുന്നുണ്ട്. കോൾ സെന്റർ എംപ്ലോയീസ് ആയിട്ടൊക്കെ അവർക്ക് കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഒരു വേ ഓപ്പൺ ചെയ്യും. പക്ഷെ ബേസിക്കലി അത് കമ്പനീസ് ഒരു കോസ്റ്റ് കട്ടിങ് എഫേർട്ട് ആയിട്ട് ഉണ്ടാക്കുകയാണ്. കാരണം ഇവർക്ക് വലിയ പേ ഒന്നും കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് വെർച്വൽ കോയിൻസ് മാത്രം കൊടുത്താൽ മതി. അതുപോലെ വേറൊരു മൂവി, അത് കുറച്ചും കൂടെ ഡാർക്കർ ആണ്. യു വാച്ച് ദിസ്. ഇത് വെർച്വൽ റിയാലിറ്റിയില് ഒരു ടൗൺ ഉണ്ട്. ആ ടൗണില് ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുന്ന വീടുകള്. രാവിലെ ഭർത്താക്കന്മാര് ജോലിക്ക് പോകും, വൈഫ് സ്റ്റേ ബാക്ക്. ഇറ്റ്സ് ലൈക്ക് ദിസ് ഒരു 1950s ഒരു സബർബ്സ് വരെ, സബർബിയ എന്നാണോ എനിക്ക് സംശയമുണ്ട്. വൺ ലേഡി റിയലൈസസ് ദർ ഇസ് സംതിങ് ഓഫ് അബൌട്ട് ദിസ് പ്ലേസ്. കാരണം പുള്ളിക്കാരത്തി മുട്ട എന്തോ പൊട്ടിച്ചു കഴിയുമ്പോൾ മുട്ടയുടെ അകത്ത് ഒന്നുമില്ല, ലൈക്ക് എംപ്റ്റി മുട്ട. വൈവേറിയമാണോ? അല്ല, അല്ല, ഈ സബർബിയ തന്നെയായിരുന്നു. So there is one woman who finds out there's something off about this whole place. And everybody മറന്നുപോയി ഞാൻ അതിന്റെ പേര്. എവ്രി വുമൺ ഇസ് ഫ്രം ഫിലഡൽഫിയ. എല്ലാവരുടെയും ബാക്ക് സ്റ്റോറി വളരെ സിമിലർ ആണ്. So she's like something is off, something, and she doesn't know what it is. And ഇതിലെ full don't worry darling. ആയിരിക്കും. ആക്ച്വലി നല്ല അതാണോ നോക്കട്ടെ. അതെ. And then she and it raises again ethical questions. Why was she there? Was she there on her own consent? Angante kore questions it starts raising. And this entire setup is so misogynistic. നമ്മളതിന്റെ അവസാനമാണ് നമ്മൾ റിയലൈസ് ചെയ്തത്. It's a man's fantasy world where woman cooks and cleans the house, man happily ജോലിക്ക് പോകുന്നമാരെ പോകുന്നു വരുന്നു എന്നുള്ള ഒരു വിർച്വൽ റിയാലിറ്റിയിൽ ജീവിക്കുന്നത്. എനിക്കത് ഫുള്ളി കണ്ടതായിട്ട് ഞാൻ അത് ഓർക്കുന്നു. എനിക്കത് ഫുൾ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എനിക്കത് കണ്ടപ്പം നമ്മുടെ സ്റ്റെപ്പ് ഫോർഡ് വൈഫ്സ് എന്ന് പറഞ്ഞൊരു പഴയ ഒരു സിനിമയില്ലായിരുന്നോ? അതിന്റെ ഒരു അത് ഇതുമാതിരി തന്നെയായിരുന്നില്ലേ? അതെ, അത് ഇതുപോലായിരുന്നു. ബേസിക്കലി വൈഫ്സിനെ തന്നെ വൈഫ്സിനെ മാറ്റി റോബോട്ട്സ് ആക്കുന്നത്. അതാണ് എന്റെ ക്ലൈമാക്സ്. സ്പോയിലർ അല്ല, വെരി സിമിലർ. സ്റ്റെപ്ഫോർഡ് വൈഫ്സ് ഇസ് an old movie. എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഷോർട്സ്, അതിന്റെ ക്ലൈമാക്സ് സീൻ ഷോർട്സ് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പാനിയൻ കണ്ടതാണോ? റീസെന്റ് വന്ന പടമാണ്. മറ്റേ നമ്മുടെ ബോയ്സ് സീരീസ് ഇല്ലേ, ബോയ്സിലെ സീരീസിലെ ഹ്യൂഗി പുള്ളിയാണ് അതിലെ മെയിൻ ക്യാരക്ടർ. എന്ന് വെച്ചാൽ അതിൽ പുള്ളി അതിലൊരു ക്യാരക്ടറാണ്. കമ്പാനിയൻ കൊള്ളാവുന്ന. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. സയൻസ് ഫിക്ഷൻ മൂവിയാണ്, പറഞ്ഞാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് അത് ഒന്ന് കണ്ടു നോക്കാൻ. ചെറിയ പടമാണ്, 1.5 മണിക്കൂറേ ഉള്ളൂ മാക്സിമം. അത് കൊള്ളാവുന്ന ഒരു സിനിമയാണ്. ആപ്പിൾ ടിവിയിൽ വളരെ വളരെ നല്ല കുറെ സയൻസ് ഫിക്ഷൻ ഷോസ് ഉണ്ട്. ഒന്ന് സെവറൻസ് കണ്ടിട്ടുണ്ടോ? Again, it points out a very important ethical question. സെവറൻസിന്റെ പ്രിമൈസ് ഇതാണ്. സോ നമുക്ക് ജോലിക്ക് പോകുന്ന സം ഓഫ് us ജോലി നമ്മുടെ ഒരു പാഷനാണ്. ഓക്കെ,
നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. മോസ്റ്റ് പ്രോബബ്ലി സം പീപ്പിൾ വുഡ് ഫൈൻഡ് ഇറ്റ് വെരി ബോറിംഗ് അല്ലേ ജോലി. ആൻഡ് ഇതിന്റെ പ്രിമൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ വി ബേസിക്കലി സെവർ അവർ പേഴ്സണാലിറ്റി. അതായത് നമ്മൾ ഓഫീസിന്റെ വെളിയിലുള്ള കാര്യങ്ങൾ ഓഫീസിനകത്തുള്ള പേഴ്സണാലിറ്റിക്ക് അറിയില്ല. ഓഫീസിനകത്തുള്ള നടക്കുന്ന കാര്യങ്ങളൊന്നും വെളിയിലുള്ള പേഴ്സണാലിറ്റിക്ക് അറിയില്ല. നമ്മുടെ ഓർമ്മ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാണ്. നമ്മൾ ഓഫീസിൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ബേസിക്കലി ഇത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടി കമ്പനി ചെയ്യുന്നതാണ്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്റെ പ്രിമൈസ്. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാല് ബേസിക്കലി ഇത് രണ്ട് പേഴ്സണാലിറ്റീസ് ആയി. ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ ഫുൾ ടൈം ഓഫീസിനകത്ത് അങ്ങ് തളച്ചിടുക. അവർ ചെയ്യുന്നതിന്റെ കഷ്ടപ്പെടുന്നതിന്റെ സാലറിയും മറ്റ് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്ന വെളിയിലുള്ള പേഴ്സണാലിറ്റിക്കാണ്. ഇതിന്റെ ഒരുപാട് സ്പോയിലേഴ്സ് കൊടുക്കാതെ ഞാൻ പറയാം. ഒരു എംപ്ലോയിയുടെ ഒരു പ്രശ്നം ഇതാണ്, പുള്ളിക്കാരിക്ക് ഓഫീസിൽ വരണ്ട. ഷീ ഡസൻ വാണ്ട് ടു ബി ഓഫീസ്. പുള്ളിക്കാരി ഫസ്റ്റ് ഡേ ആണ് ഓഫീസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ രക്ഷപ്പെടാൻ നോക്കുന്നതെന്ന് വെച്ചാല് പുള്ളി രക്ഷപ്പെടുമ്പോ ഓഫീസിന്റെ വെളിയിലാവുമല്ലോ, പിന്നെ ഓർമ്മ പോകും. തിരിച്ചു കയറുമ്പോഴാണ് ഓർമ്മ കിട്ടുന്നത്. സോ എവറി ടൈം ഷീ ഓപ്പൺസ് എ ഡോർ ആൻഡ് ഗോസ് ഔട്ട്, ഷീ ഈസ് ഓൾറെഡി ബാക്ക് ഇൻ ദ ഓഫീസ്. സോ ഷീ കാണ്ട് എസ്കേപ്പ്. ലാസ്റ്റ് ആണ് മനസ്സിലാകുന്നത് that employee wants to be back in that office. So if she goes out, she will come back. And she repeats this and gets tired of it, then തോറ്റു. ഇനി ഓഫീസിനകത്ത് തന്നെ നിൽക്കുക. ആൻഡ് ഓഫീസിനകത്ത് വെച്ച് അവർക്ക് വേറെ അഫയേഴ്സ് ഒക്കെ അങ്ങാവും. കാരണം ദേ ഡോണ്ട് നോ എനിത്തിങ് വാട്ട്സ് ഹാപ്പനിങ് ഔട്ട് സൈഡ്. അവിടെ വേറെ റിലേഷൻഷിപ്പ്, വേറെ പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ബേസിക്കലി രണ്ട് വ്യക്തികളായി. And that show has done it so well. അതൊക്കെ ശരിക്കും വന്നു കഴിഞ്ഞാൽ നല്ല എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഇൻട്രസ്റ്റിംഗ് പ്രിമൈസ്. Some days I want to clone myself. കാരണം അങ്ങനെയാണെങ്കിൽ പണിയെടുക്കാൻ വിടാം, കുട്ടികളെ നോക്കാൻ വിടാം, അപ്പൊ എനിക്ക് വെറുതെ ഇരിക്കാം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. പക്ഷെ ഈ പറഞ്ഞത് ഈ 3 പേഴ്സണാലിറ്റി കൂടെ തിരിച്ച് ഞാൻ എങ്ങനെ മെർജ് ചെയ്യും പണി കഴിഞ്ഞ് വരുമ്പോ? അതൊക്കെയാണ് നമ്മളിങ്ങനെ പണ്ട് കോപ്പൈലറ്റ് ഇതൊക്കെയാണ് ചെയ്യണം. ഷവർ തോട്ട്സ് ഉണ്ടല്ലോ, ഷവറിന്റെ അടിയിൽ നിന്ന് നമ്മൾ ആയിരിക്കും അങ്ങനെ എന്നെ ക്ലോൺ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് 2 വഴിക്ക് വിട്ടിട്ട് എല്ലാം കൂടെ മെർജ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനത്തെ തോട്ട്സ് ഒക്കെയാണ് ഇവര് ഓരോ നല്ല പ്രിമൈസ് ആക്കുന്നത്. ഇത് മെർജ് ചെയ്യുമ്പോഴുള്ള മറ്റേ ഡീബ്രീഫിംഗ് ഉണ്ടല്ലോ, അത് താങ്ങാൻ പറ്റുമോ എല്ലാവർക്കും? ഇതെല്ലാം കൂടി മെർജ് ചെയ്യണമല്ലോ, സ്ക്രം കോഡ് വെക്കണ്ടേ? എനിക്ക് താങ്ങാം, കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ബാക്ക് ടു ബുക്സ്. ഈ പുള്ളിയുടെ റെഡി പ്ലെയർ 1 ഉണ്ടായിരുന്നല്ലോ, അത് ബുക്കും ഇതും ആക്കിയിട്ടുണ്ട്, സിനിമയാക്കിയിട്ടുണ്ട്. സിനിമ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ബുക്കാണ്. കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒയാസിസിൽ ആണെല്ലാം നടക്കുന്നത്. ഔട്ട്സൈഡ് ദ ഒയാസിസ് ഇറ്റ്സ് എ ഡോഗ് ഇറ്റ് ഡോഗ് വേൾഡ്. ഒയാസിസിലാണ് യു ആർ ബിക്കമിങ് എ സംബഡി. ഇപ്പം ഈ ഒയാസിസിൽ ഇഫ് യു വാണ്ട് ടു റിയലി വിൻ ഇറ്റ് ഓൾ ഒരു ഗെയിമുണ്ട്, ഇതിൻ്റെ ഫൗണ്ടർ ഉണ്ടാക്കിയത്. ആ ഗെയിമിൽ ബുക്കിൽ ഫുള്ള് മറ്റേ റിട്രോ ഗെയിംസ് ആണ്. അതായത് നമ്മുടെ 1980s 90s അട്ടാരി വീഡിയോ ഗെയിം കോൺസോൾസും അതൊക്കെ വെച്ചിട്ടുള്ളതാണ്. സിനിമയാക്കിയപ്പോൾ അവരത് കംപ്ലീറ്റ്ലി മാറ്റി ഫുള്ള് സിനിമയുടെ കഥയാക്കി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവര് അർമാഡ എന്ന് പറഞ്ഞ പുള്ളി ഒരു പുസ്തകം ഇറക്കി. അതായത് ഒരു ഏലിയൻസ് എർത്തിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവരൊരു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കുന്നു. അത് ഈ ഗെയിമേഴ്സിനെ വെച്ചിട്ടാണ്. കാരണം ദേ ഹാവ് റിയലി ഗുഡ് റിഫ്ലെക്സസ് ഏലിയൻസിനെ ഫൈറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഫെൽ ഫ്ലാറ്റ് കംപ്ലീറ്റ്ലി. പിന്നെ ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് പുള്ളിയുടെ റെഡി പ്ലെയർ 2 ഇറങ്ങിയായിരുന്നു. ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ഈഗർലി. പക്ഷേ വളരെ വളരെ പുവർ ഫീഡ്ബാക്ക് ആയിരുന്നു അതിനെക്കുറിച്ച്.
അപ്പോൾ സീംസ് ലൈക്ക് ഏൺസ്റ്റ് ക്ലൈൻ is going to end up as a one book wonder, like many other writers. ഈ റെഡി പ്ലെയർ വൺ ആക്ച്വലി ഒരു സയൻസ് ഫിക്ഷനേക്കാളും കൂടുതൽ അപ്പീൽ ചെയ്യുന്നത് ആ സിനിമയുടെ കാര്യം എനിക്കറിയുള്ളൂ. അതിൽ ഈ പോപ്പ് കൾച്ചർ, Pop അതായത് culture. വീഡിയോ Pop ഗെയിം അതൊക്കെ കൊണ്ടാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറായ എനിക്ക് ഇപ്പോൾ ഒരുപാട് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഈ ബുക്കിന് വരാൻ ചാൻസ് ഇല്ല. കാരണം മെൻഷൻ ചെയ്യുന്നതൊക്കെ ഈ മറ്റേ കുന്തം, മറ്റേ മാരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. മറ്റേ അട്ടാരിയും ഒക്കെ വാരി അലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാധനം എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അത് അഡാപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഒരുപാട് കോപ്പി റൈറ്റ് ഇഷ്യൂസ് മീഡിയ വ്യത്യാസമല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ they may not make a lot of noise. പിന്നെ see, you are referring to it as a reality rather than stealing the Your own ideas from it, creation. right? It is a part of your life. You are acknowledging the part of your life എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ്, മലയാളത്തിൽ ഒരാളൊരു പുസ്തകം എഴുതി, ഇളയരാജയുടെ പാട്ടുകൾ പുസ്തകത്തിൽ ഒരു ക്യാരക്ടർ പാടുന്നമാര് 4 വരിയിൽ കൂട്ടിച്ചേർത്ത്. അതിന് കോപ്പിറൈറ്റ് വിളിക്കാൻ പറ്റില്ല, അങ്ങനെ പാട്ടിന്റെ വരികളേ ഉള്ളൂ. പക്ഷെ അത് ഓഡിയോ ബുക്ക് ആക്കി കഴിഞ്ഞത് ആരെങ്കിലും പാടിയാ കോപ്പിറൈറ്റ് വിളിക്കും. ഇറ്റ്സ് എ വെരി തിൻ ലൈൻ ഓഫ് എനിക്ക് തോന്നുന്നു അല്ല, അതിനും എന്തോ ലിമിറ്റേഷൻ എന്തോ ഉണ്ട്. ഇപ്പം കോപ്പിറൈറ്റ് ലോസിൽ റെഫറൻസ് സ്നിപ്പെറ്റ്സ് അതിനൊന്നും നമുക്കൊരു അതൊക്കെ ഫെയർ based യൂസേജ് on- പോളിസി ഉണ്ട്. അത് ആസ് എൻ ഓത്തർ ഇഫ് ഐ ക്യാൻ സേ എനിക്കത് ഫെയർ യൂസ് അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബേസിക് ഇതുള്ള ഒരാളാണെങ്കിൽ പറയാം ആ പോട്ടെ എന്ന് പറയും. പക്ഷെ അല്ല എന്നുള്ളതാണെങ്കിൽ ഇളയരാജയാണെങ്കിൽ പറയില്ല. പറയില്ല, മലയാളം പറ്റില്ല. 4 വരെയാണെങ്കിൽ ഞാൻ എഴുതി സംഗീതം നീ വായിച്ചാ മതി ആ ലൈൻസ്, ഈ വൈരമുത്ത് പറയട്ടെ വേണ്ട വേണ്ട എന്നുള്ളത്, എന്റെ നീ പാടണ്ട. പക്ഷേ when you really look at science fiction എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനെ എടുത്ത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി a large percentage has a dystopian view rather than a യൂട്ടോപ്യൻ വ്യൂ എന്ന് വേണേ പറയാം. ഏതെങ്കിലും ഒരു യൂട്ടോപ്യൻ വ്യൂ ഉള്ള സയൻസ് ഫിക്ഷൻ നോവല് ആർക്കെങ്കിലും അറിയാമോ? ആക്ച്വലി ഒരു പുതിയ ജോൺറ വന്നിട്ടുണ്ട്, സോളാർ പങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് ഓൾ ഗുഡ് ഉട്ടോപ്യൻ. മോസ്റ്റ്ലി എല്ലാം പവർ ചെയ്യുന്നത് സൂര്യനാണ്. കാരണം സൂര്യന് വേൾഡ് ബ്ലാക്ക്ഡ് ഔട്ട് അല്ല, വേൾഡ് സ്റ്റിൽ ദെയർ. ഐ മീൻ ലൈക്ക് ഡാർക്ക് വേൾഡ് അല്ല. ഒന്നാമത്തെ കാര്യം സൂര്യനുണ്ട്, സൂര്യനിൽ നിന്നാണ് എല്ലാത്തിനും പവർ കിട്ടുന്നത്. ഒക്കെ ക്ലീൻ എനർജിയാണ് മൊത്തം, ക്ലീൻ അതാണ് എനർജിയാണ്. ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒബിയസ്ലി റോസി എന്താ പറയാ, ഗ്ലാസസിനകത്തൂടെ കാണുന്ന പോലെയാണ്. അത് ഏത് പുസ്തകമാണത് ഇതില് വരുന്നത്? അതൊരു ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് സോഷ്യൽ മൂവ്മെന്റ് ആണ്. ആനിമേസ് Somebody ഒക്കെ is ഉണ്ട്. manifesting a world that is eco-friendly future ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ലിസണർ ആണ് ഇത് മെൻഷൻ ചെയ്തത്, ഇങ്ങനെ ഒരു ജോൺറ ഉള്ള കാര്യം. ബുക്ക് ഞാൻ തപ്പിയെടുക്കട്ടെ. എ സാം ഫോർ ദ വൈൽഡ്. Sound for the Wild. കേട്ടില്ല. ആക്ച്വലി ശരി. ഗെയിംസ് ഒക്കെ ഉണ്ട്, സോളാർ പങ്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. കാരണം അത് ഒന്നാമത്തെ കാര്യം ഓപ്പൺ സോഴ്സ്, ഓപ്പൺ വേൾഡ് ഈ MMORPGs ഒക്കെ ഉണ്ടല്ലോ, മൾട്ടി പ്ലെയർ എന്താ പറയുക, റോൾ പ്ലേയിങ് ഗെയിംസ് ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ മാസീവ് മൾട്ടി പ്ലെയർ ഓൺലൈൻ RPGs ആണ് ഇത്. ഇപ്പം അതിനകത്തൊക്കെ ഒരുപാട് ഈ സോളാർ പങ്കിൻ്റെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് കാര്യം വെടിവെപ്പും കത്തിക്കുത്തൊക്കെ തന്നെയാണ് എങ്കിലും പക്ഷേ വളരെ നല്ലൊരു ലോകത്താണ്. അതായത് പൂക്കളൊക്കെ വെച്ച് വെടിവെക്കുന്ന ടൈപ്പ്, ഈ മറ്റേ ഡീമോൺ ഹണ്ടേഴ്സ് ഒക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് ആസ്തറ്റിക്സ് ഒക്കെ ഉള്ള ഗെയിംസ് ഒക്കെയാണ്. ഞാൻ ഈ ആർക്കെയിൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചത് സോളാർ പങ്ക് ആണെന്നാണ്. പക്ഷെ അത് ശരിക്കും സ്റ്റീം പങ്ക് ആണ് ശരിക്കും. ഒരു മറ്റേ ലീഗ് ഓഫ് ലെജൻസിനെ ബേസ് ചെയ്തിട്ടൊരു 3 സീരീസ് ഉണ്ട് കേട്ടോ, ആർക്കെയിൻ എന്ന് പറഞ്ഞിട്ട്. കുറച്ചായി വന്നിട്ട് നെറ്റ്ഫ്ലിക്സിലുണ്ട്. അത് ഇഷ്ടമുള്ളവർ കണ്ടു നോക്കാം. അനിമേഷൻ അല്ല, അത് മീൻസ് അനിമേഷൻ ആണ്, പക്ഷെ അത് ആനിമേ അല്ല, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് അനിമേഷൻ ആണ്. കൊള്ളാവുന്ന ക്യാരക്ടർ, മറ്റേ ഒരു വേൾഡ് ബിൽഡിങ്ങും അതിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ വളരെ, ക്യാരക്ടർ ഡിസൈനൊക്കെ അടിപൊളിയാണ്, കാണാൻ പറ്റുന്നൊരു സാധനമാണ്.
പക്ഷെ എന്തായിരിക്കും അവരുടെ ഒരു premise? Because ഈ നമ്മളിപ്പോ ഈ പറഞ്ഞ മാതിരത്തെ ഈ ഡോണ്ട് വറി ഡാർലിംഗും സ്റ്റെപ്ഫോർഡ് വൈഫ്സും ഒക്കെ പ്രഥമ ദൃഷ്ടിയ യൂട്ടോപ്യൻ ആണെങ്കിലും തീരെ യൂട്ടോപ്യൻ അല്ലാത്തൊരു വേൾഡിന്റെ കഥയാണ്, അല്ലെ? പക്ഷെ ഇപ്പൊ ഈ യൂട്ടോപ്യൻ ഐ ലൈക്ക് ടു റീഡ് സാം ഫോർ ദ വൈൽഡ് ബിൽഡ്, ബെക്കി ചേംബേഴ്സ്. അതാണോ മോങ്ക് ഇൻ ദ റോബർട്ട് എന്നിട്ട് നോവലിയാണെന്ന് തോന്നുന്നത്. അതെ Even ഒരു series devolution, ആണ്. if you look at it, it's a utopian world. It is a green ecosystem, or a community where there is zero waste, energy, renewable energy fully. അവിടുന്ന് എല്ലാം everything, Most crap hits the fan after that. it's a nice world to manifest. ഒരു സിനിമയുണ്ട്, വാട്ട് ഹാപ്പൻ ടു മൺഡേ എന്ന് പറഞ്ഞിട്ടൊരു പടം കണ്ടിട്ടുണ്ടോ? ഒരു പടമാണ്, ഒരു കേട്ടിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിലുണ്ടായിരുന്നു. ഫ്രൈഡേ വില്യം വെനസ്ഡേ വാട്ട് ഹാപ്പൻ ടു ഫ്രൈഡേ, അതല്ലേ? വാട്ട് ഹാപ്പൻ ടു വെനസ്ഡേ, അങ്ങനെ എന്തോ ഒരു സംഭവം എനിക്ക് ഓർമ്മയില്ല. വെനസ്ഡേ ആണ്. ഓക്കെ, അത് ഇതുപോലെ ഡിസ്റ്റോപ്പിയൻ വേൾഡ് ആണ്. പക്ഷെ ഡിസ്റ്റോപ്പിയൻ എന്ന് പറയാം, കാരണം നമ്മൾ I lost തുടങ്ങുമ്പോൾ connection. ആക്ച്വലി നമ്മളൊരു ഉട്ടോപ്പിയനെ പറ്റിയിട്ടാണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിനെ പറ്റിയാണ് നോക്കുന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ പോപ്പുലേഷൻ കൺട്രോൾ ഭയങ്കര റാമ്പൻ്റ് ആണ്. പക്ഷെ കാരണം എന്ന് വെച്ചാൽ ആളുകൾക്ക് അടുത്തിടെയായിട്ട് കൂടുതൽ ഫെർട്ടിലിറ്റിയിൽ എന്തോ വ്യത്യാസങ്ങളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ക്വിൻറ്റുപ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് ആളുകൾക്ക്. 5 ട്വിൻസ് അല്ലാതെ അത് മിനിമം ട്വിൻസ് ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ ആ രീതിയിലാണ്. പക്ഷേ റിസോഴ്സസ് കുറവായതുകൊണ്ട് അതിൽ ഒരെണ്ണത്തിനെ മാത്രം വെച്ച് ബാക്കി എല്ലാത്തിനെയും ക്രയോ സ്ലീപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുപോകും. ഒരു ഏജൻസി ഉണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനുള്ളത്. പക്ഷേ അതിലൊന്നും പെടാതെ ഒരു അങ്കിള് അയാളുടെ 7 നീസസിനെ 7 പേരുണ്ടാവും. അപ്പോൾ അവരെ വച്ചിരിക്കുവാണ് ഇങ്ങനെ വീട്ടിൽ. എന്നിട്ട് ഒരാളെ മാത്രം ഒരു ദിവസം ഒരാളെ പുറത്തുവിടും. അപ്പോൾ അവർക്കൊക്കെ പേര് കൊടുത്തിരിക്കുക, സൺഡേ മൺഡേ അങ്ങനെ 7 ദിവസം ഓരോ ദിവസം ഓരോരുത്തർ പുറത്തിറങ്ങും. പക്ഷെ ഒരാൾ തിരിച്ചു വരില്ല, പുറത്തു പോയ ആൾ തിരിച്ചു വരില്ല. കാരണം പുള്ളിക്കാരി ഇതിൻ്റെ പുറകിലുള്ള സംഭവം മനസ്സിലാക്കും, ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. എനിക്കൊന്ന് കേറ്റ് വിൻസ്ലെറ്റാന്ന് തോന്നുന്നു അതിൽ, മറ്റേ സൈഡിൽ അല്ലേ ആൻറ്റഗോണിസ്റ്റ്, അങ്ങനെ ഏതോ ആരോ ആണ്, മറ്റേ ഏതൊരു സീനിയർ Glenn ആക്ട്രസ്, Close. ഗ്ലെൻ ക്ലോസ് ആണ് സീനിയർ ആക്ട്രസ്. ഓക്കെ, പിന്നെ മെ- ഇവിടെ വില്യം ഡാഫോ ആണ് അങ്കിൾ എന്ന് തോന്നുന്നു. ഓക്കെ മറ്റേ മെയിൻ ആക്ടർ ഇംഗ്ലീഷിൽ സിവിൽ അല്ലേ? ഇങ്ങനത്തെ ഒരു ബുക്ക് ഭൂമി ഉണ്ടായിരുന്നു, രാപ്പൈസ്. സിമിലർ. റൂമി ലാപ്പേസ് ആണെന്ന് തോന്നുന്നു. മറ്റേ പുള്ളിക്കാരി അല്ലേ അതിലത്തെ നമ്മുടെ മിലേനിയം ട്രിലജി, മറ്റേ ഗേൾ അതന്നെ ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റു. അതിലെ സ്വീഡിഷ് ലിസ്ബത്ത് മൂവിയില് സലാൻഡർ പുള്ളിക്കാരിയാണ്. അതെ ആ പുള്ളിക്കാരി തന്നെ. അതെ, വാട്ട് ഹാപ്പൻ ടു മൺഡേ വെനസ്ഡേ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്, ഓർമ്മയില്ല. വളരെ നല്ല പടമാണ്. അപ്പോൾ താങ്ക് യു ആൾ ഫോർ ജോയിനിങ്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡിനും കൂടെ ഉള്ള കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സയൻസ് ഫിക്ഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ടിൽ ദെൻ, ദിസ് ഇസ് സന്ദീപ്, കൃഷ്ണകുമാർ, അനൂപ് ആൻഡ് ശ്രീലേഖ സൈനിങ് ഓഫ്. സി യു.